മെസ്സി കളിക്കളത്തിൽ ഫുട്ബോൾ സൃഷ്ടിക്കുമ്പോൾ റൊണാൾഡോ പലപ്പോഴും സ്വന്തം ഇമേജിന് വേണ്ടി ഫുട്ബോൾ കളിക്കുന്ന ഒരാളായി തോന്നിപ്പോയിട്ടുണ്ട്. ഇത് വെറുപ്പിന്റെ കഥയല്ല, ഫുട്ബോളിന്റെ സത്യമാണ്. കാരണം ഒരു വലിയ താരമെന്നത് ഗോളടിക്കുന്നവൻ മാത്രമല്ല, ടീമിനെ ഉയർത്തുന്നവനാണ്, കൂട്ടാളികളെ മികച്ചതാക്കുന്നവനാണ്. പക്ഷേ റൊണാൾഡോയുടെ കളിയിൽ പലപ്പോഴും കണ്ടത് ടീമിനേക്കാൾ തന്റെ സെലിബ്രേഷൻ, തന്റെ റെക്കോർഡ്, തന്റെ ഇമേജ് എന്ന ഒബ്സഷൻ ആയിരുന്നു. ചില മത്സരങ്ങളിൽ ടീംമേറ്റിന്റെ ഗോൾ പോലും തന്റെ ടച്ചാണെന്ന് കാണിക്കാൻ ശ്രമിച്ചുവെന്ന വിമർശനം വരെ ഉയർന്നു. ഒരു സ്ട്രൈക്കർക്ക് ഹങ്കർ വേണം, പക്ഷേ ആ ഹങ്കർ ടീമിന്റെ വിജയത്തിനായിരിക്കണം. സ്വന്തം ഈഗോക്കായാൽ അത് ഗ്രേറ്റ്നെസ് അല്ല, അത് സെൽഫ് ഇമേജ് ബിൽഡിംഗ് മാത്രമാണ്. റൊണാൾഡോയ്ക്ക് റെക്കോർഡുണ്ട്, ഗോൾസ് ഉണ്ട്, ഫിറ്റ്നസ് ഉണ്ട്, ഡെഡിക്കേഷൻ ഉണ്ട്. അതാരും നിഷേധിക്കുന്നില്ല. പക്ഷേ ഫുട്ബോൾ ഇന്റലിജൻസ്, ടീം പ്ലേ, ഹ്യൂമിലിറ്റി, ബിഗ് മാച്ച് കൺട്രോൾ, ഇവിടെയാണ് മെസ്സി വേറെ ലെവലാകുന്നത്. മെസ്സി കളിക്കുമ്പോൾ പന്ത് പോലും കഥ പറയുന്നു. റൊണാൾഡോ കളിക്കുമ്പോൾ പലപ്പോഴും ക്യാമറ ആരെ കാണിക്കുന്നു എന്നതാണ് കഥയാകുന്നത്. ഒരു കാലത്ത് ലോകം മുഴുവൻ സ്യോ എന്ന് വിളിച്ച ആഘോഷം ഇന്ന് പലർക്കും പഴയ ഓർമ്മയായി മാറുന്നു. കാരണം കാലം മാറി, ഫുട്ബോൾ മാറി, ഫാൻസ് മാറി, അവസാനം റെക്കോർഡ്സ് ബാക്കി നിൽക്കും. പക്ഷേ ഫുട്ബോളിന്റെ ഹൃദയത്തിൽ ആരാണ് യഥാർത്ഥ ഗോട്ട് എന്ന ചോദ്യം വരുമ്പോൾ ഉത്തരം ഇന്നും പലർക്കും ഒന്ന് മാത്രം: ലയണൽ മെസ്സി. റൊണാൾഡോ ഒരു വലിയ താരം തന്നെയാണ്, പക്ഷേ മെസ്സിയുമായി താരതമ്യം, അത് ഫുട്ബോൾ ചരിത്രം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു.